കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റിന് നേരെയുണ്ടായ കയ്യേറ്റത്തിൽ ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും പ്രതിഷേധിച്ചു. സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്ന് സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ ആവശ്യപ്പെട്ടു. നഴ്സിംഗ് അസിസ്റ്റന്റ് ജോജി ജോർജിനെ ആക്രമിച്ച സംഭവത്തിൽ ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ജീവനക്കാരും ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ആശുപത്രികളിൽ ജോലി ചെയ്യുന്നവർക്ക് നേരെയുള്ള അക്രമം വർദ്ധിക്കുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പൊതുജനങ്ങളുടെയും സഹകരണം വേണം. ജോജി ജോർജിനെ ആക്രമിച്ചവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ എന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ പറഞ്ഞു. സ്വജീവനെ ഭയന്നുകൊണ്ട് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ നിലവിലുണ്ട്. അതിനെതിരെ ശക്തമായ നിയമം നിലവിലുണ്ട്. ആശുപത്രി പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് ഇപ്പോൾ ശക്തമായ നിയമ നടപടികൾ നിലവിലുണ്ട്. അതിനാൽ തന്നെ പ്രതി ഇന്നലെ തന്നെ കസ്റ്റഡിയിലായിട്ടുണ്ട്, പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. അപ്പോൾ ശക്തമായ നിയമ നടപടി എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു നിയമത്തിൻ്റെ ഭാഗമായി ആളുകൾ ബോധവാന്മാരാണ്. കുറേയൊക്കെ അതുകൊണ്ട് ആക്രമണങ്ങൾ നിയന്ത്രിച്ച് വരുന്നുണ്ട്. എന്നിരുന്നാലും ഇത്തരം സംഭവങ്ങൾ വലിയ ഒരു വാർത്തയാകേണ്ടതാണ്. കാരണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നേരത്തെയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സമവായത്തിലൊക്കെ കേസ് രാജിയായി പോകുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ശക്തമായ നടപടി കാലവിളംബമില്ലാതെ എടുക്കുന്ന രീതിയുണ്ട്. അപ്പോൾ ഇത് പൊതുജനങ്ങൾ അറിയേണ്ടതാണ്. ഒരാശുപത്രിയിൽ ഏതെങ്കിലും ജീവനക്കാരെ കയ്യേറ്റം ചെയ്താൽ ശക്തമായ നിയമ നടപടി ഉണ്ടാകും. ജാമ്യമില്ലാത്ത വകുപ്പ് എടുത്തുകൊണ്ട് അവർ തുറങ്കിലാകുമെന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ ഇത്തരം അപകടങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അത്യാഹിതങ്ങൾ ഇനി വരാതിരിക്കുന്നതിന് വേണ്ടി ശക്തമായ നടപടി അധികാരികൾ കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുന്നു. NGO യൂണിയൻ നേതാവ് എൽദോസ് ജേക്കബ്, നഴ്സിംഗ് ഓഫീസർ MA മുഹമ്മദ് അലി എന്നിവരും പ്രസംഗിച്ചു. GTV ന്യൂസ്, കോതമംഗലം.